ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഒരു ഷോപ്പിംഗ് അഡിക്ഷനെ പറ്റിയിട്ടാണ്. നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ഷോപ്പ് ചെയ്യാനുള്ള ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും അതിന് അഡിക്റ്റഡ് ആയി പോകുന്നു എന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ റീസെൻ്റായിട്ട് മീഷോയിൽ ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമായിരുന്നു. സ്ക്രോൾ ചെയ്തിട്ടും തീരുന്നില്ല. ഞാൻ ആലോചിക്കുകയാണ്, റേറ്റ് കുറവ് കണ്ട് അല്ലെങ്കിൽ ഓഫർ കണ്ട് ഞാൻ വാങ്ങിച്ച കുറേ സാധനങ്ങളാണ് അതിലുള്ളത്. പക്ഷെ പല സാധനങ്ങളും ഈ വീട്ടിൽ ഏത് മൂലയിലായിരിക്കുന്നത്, ഏത് കബോർഡിലായിരിക്കുന്നത് പോലും എനിക്കറിയില്ല. അമ്മാതിരി സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അഡിക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അഡിക്റ്റഡ് അല്ല, പക്ഷേ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് നല്ല പലതും എനിക്ക് ആവശ്യമില്ലാത്തതാണല്ലോ, അപ്പം ഞാൻ എന്തിനാ ആ സമയത്ത് അത് ഞാൻ വാങ്ങിയത് എന്നൊരു തോട്ട് എനിക്കുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു ടോപ്പിക്ക് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കും. ഈ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ റീതിങ്ക് ചെയ്യുന്നില്ല, അത്ര അത്യാവശ്യമുള്ള സാധനമാണോ എന്ന് നമ്മൾ ഒരിക്കലും ഇവിടെ തിങ്ക് ചെയ്യുന്നില്ല. ഇത് ആവശ്യമുള്ളതാണല്ലോ, എടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ വാങ്ങും. ഇതാണ് വേരിയബിൾ റിവാർഡ് സ്കെഡ്യൂൾ. അതായത് നമുക്ക് ആ സാധനം നമ്മൾ സെലക്ട് ചെയ്തു, അത് കൊണ്ടുപോയി നമ്മൾ കാർട്ടിലിടുന്ന വരെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീലിങ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്. അതിന് പറഞ്ഞ പേരാണത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓർഡർ പ്ലേസ്ഡായി, അതിനുശേഷം അവിടുന്ന് ഷിപ്പ്ഡായി, അതിനുശേഷം അത് ഔട്ട് ഓഫ് ഡെലിവറി ആയി, നമ്മുടെ കയ്യിലേക്ക് വരുന്നത് വരെ കുറച്ച് കുഞ്ഞു ഡോപ്പമിൻസ് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സീഗാർനെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾക്ക് എന്തോ ഒരു കൈൻഡ് ഓഫ് റിവാർഡ് കിട്ടിയതുപോലെയാണ് നമുക്ക് ആ ഒരു സാധനം കയ്യിൽ കിട്ടുന്നത് വരെ. നിങ്ങൾ കണ്ടിട്ടില്ലേ കുറച്ച് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സൊക്കെ അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് സൗണ്ട് എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്തൊരു സാധനം വാങ്ങിച്ചു, നമുക്കത് കിട്ടി എന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ആ വീഡിയോസിലേക്ക് റീച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മളൊരു സാധനം വാങ്ങുന്നുണ്ടാവുക. എന്നാൽ പിന്നെ ഇത് നമുക്കൊന്ന് വാങ്ങിച്ചാലേ എന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കും. നമുക്ക് വാങ്ങിയിട്ട് ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അത് ഒന്ന് അൺബോക്സ് ചെയ്യുന്നവരെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എവിടെ പോയി എന്ന് പോയി തപ്പി നോക്കേണ്ടി വരും. അതാണ് അവസ്ഥ സംഭവിക്കുന്നത്. ഞാൻ പറയാം ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് സൈക്കോളജി എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുകയാണ്, അപ്പോൾ നമ്മുടെ ബ്രെയിൻ പറയുകയാണ് ഇത് നിൻ്റെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് നീ വാങ്ങുന്നൊരു സാധനമാണ്, നീ വെറുതെ പൈസ കളയല്ല. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യും. അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ ആ സാധനം വാങ്ങിക്കും. പിന്നെ നമ്മൾ റീതിങ്ക് ചെയ്യുന്നത് അപൂർവമാണ്. ഇതെന്തിനു ഞാൻ വാങ്ങിയെന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ചിലപ്പോൾ അത് സമയം പോലും ഉണ്ടാകത്തില്ല അങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? അപ്പോൾ ഈ സാധനം നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. സോ അവിടെയാണ് പോയിൻറ്റ്. നമ്മൾ ഈ 11 മണിക്കും 12 മണിക്കൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെയൊക്കെ സജഷൻസ് വരും. അപ്പോൾ ആ സമയത്ത് ഇത് 50% ഓഫറിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഫ്ലാഷ് സെയിൽസ്, മിഡ് നൈറ്റ് സെയിൽസ്, 50% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കീവേഡ്സൊക്കെ വെച്ചിട്ടായിരിക്കും ആ ആഡ്സ് റൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളത് കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യും, നമ്മൾ ചെല്ലും. അവിടെ ലോസ് അവേഷൻ എന്ന് പറയുന്നൊരു സാധനം ഫോം ആവും. അതായത് നമുക്കിങ്ങനെ തോന്നുകയാണ്, അയ്യോ ഇതൊരു ഹാഫ് ആൻ അവറും കൂടി ഉള്ളൂ, ഇതിപ്പോൾ തീർന്നു പോകും, ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സാധനം വാങ്ങിക്കും. മനസ്സിലായോ? അപ്പം അതിനകത്ത് കാണിക്കും ഇത്ര പ്രൊഡക്ട്സ്, ഇപ്പോൾ 3-4 പ്രൊഡക്ട്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കില്ല. അപ്പം നമ്മളതൊക്കെ വെച്ചിട്ട് നമ്മളത് ഓർഡർ ചെയ്യും, വാങ്ങിക്കും. നമ്മളൊന്നും നമ്മളെന്തായിരിക്കും ആ സമയത്ത് വിചാരിക്കുന്നത്, ഇനി ഇതിൻ്റെ റേറ്റ് കൂടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ആ സാധനം അപ്പോൾ ഓർഡർ ആക്കുന്നത്. പക്ഷെ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതൊന്നും ആലോചിക്കത്തില്ല. അതേപോലെ നമ്മൾ ചിലപ്പോൾ ഒരു സാധനം അതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു സാധനമായിരിക്കും. അതിനായിട്ട് സംഭവിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു തേയിലപ്പൊടി ഉണ്ട്. അപ്പോൾ ആ തേയിലപ്പൊടി ഞാൻ ഓർഡർ ആക്കിയ സമയത്ത് അത് ആവശ്യമുള്ള സാധനമാണല്ലോ. അത് വന്ന സമയത്ത് 1/4 കിലോൻ്റെ 2 പാക്കറ്റായിട്ട് വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ടും വേറെ ഡിസൈൻ. അപ്പോൾ ഞാൻ നല്ലൊരു ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ലതാണ്. അവരപ്പോൾ റീസെൻ്റായിട്ട് അവരൊന്നും കൂടി നന്നായിട്ട് ഇറക്കിയതായിരിക്കും തിങ്ക് ചെയ്തു. പക്ഷെ ആ സമയത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്ന് റിസർച്ച് ചെയ്യുന്ന സമയമല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാനത് ആലോചിച്ചപ്പോഴാണ് എനിക്കതൊരു എക്സാമ്പിളായിട്ട് പറയാൻ കിട്ടിയത്. സെയിം പ്രൊഡക്റ്റാണ്, പക്ഷേ എൻ്റെ പാക്കേജിങ്ങിൻ്റെ ആ ഒരു ഡിഫറൻസ് കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തത്. അപ്പം അങ്ങനെ തിങ്ക് ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെ കണ്ടിട്ട് സാധനം ഓർഡർ ആക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് പിങ്ക് ടാഗ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സൈക്കോളജിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് അഡിക്ഷൻ, അപ്പോൾ ആ അഡിക്ഷൻ നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്ന് തിങ്ക് ചെയ്യാനെ കൊണ്ട് ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആ ഒരു ടീമിലുണ്ടാവും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യണം.
അപ്പം ഓഫ്ലൈനിൽ നമ്മൾ വാങ്ങുന്ന ചില സാധനങ്ങൾ ചിലപ്പോൾ ഓൺലൈനിൽ ഡെഫിനറ്റ്ലി നമുക്ക് 50% ഓഫറിലും അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുക. അതൊന്നും ഇത് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനമാണോ, നെസസറി ആണോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കേണ്ടി വരുന്ന സാധനമാണോ എന്നൊക്കെ ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം അത് വാങ്ങിക്കുക. ഇനി മറ്റൊരാളുടെ കയ്യിലുണ്ടല്ലോ നമുക്കും ആകാം എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു കാര്യം കൂടെ ചിന്തിക്കുക. അവർ ഏൺ ചെയ്യുന്നതാണോ നമ്മൾ ഏൺ ചെയ്യുന്നത്? അപ്പം നമ്മൾ ചിലപ്പോൾ ഡെവലപ്പായി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്റ്റേജിൽ നിൽക്കുന്നവൻ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ലോസ് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ റീതിങ്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഷോപ്പ് ചെയ്യാം. കുറേയധികം ടോപ്പിക്കുകൾ കവർ ചെയ്യാനൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് വന്നിട്ട് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്സുകൾ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ബൈ ബൈ.